വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ റിക്ഷ നോക്കി നിൽക്കുകയാണ്. പീക്ക് ലെവൽ ഓഫ് ചൂടാണ്. 3 മണിയായിട്ട് വെന്തുരുകാണ് ഗൈസ്, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ജിതേന്ദ്ര സിംഗ് നമ്മുടെ റിക്ഷയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് പൈസയും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ കാണുമ്പോൾ ചെറിയൊരു ഇളക്കം കൂടുതലാണ് അവിടെയുള്ളവർക്ക്. എന്താ പറയുക, നമ്മളെ പറ്റിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇവിടെ നിന്ന് പറഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ റിക്ഷയിൽ കയറാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അടിയാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ റിക്ഷയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ വരുമ്പം നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും ശ്രദ്ധിക്കുക ഇവിടെ. കാരണം പിടിച്ചുപറി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ഓൾറെഡി നമുക്കറിയാം. പിന്നെ ഇവിടെ ഗൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ വരുന്നവർ കെയർഫുള്ളായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ കാണാൻ പോകാൻ വേണ്ടി റിക്ഷയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ബയ്യയുടെ അടുത്ത്. അപ്പോൾ കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഡ്രസ്സിന് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അവർ ഒരു ജാക്കറ്റ് പോലെ സംഭവമൊക്കെ ഇട്ടിട്ടാണ് ജമാ മസ്ജിദിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് കേട്ടോ. പിന്നെ പൊതുവെ ഫോറിനേഴ്സ് അങ്ങനെയാണല്ലോ, എവിടെ പോയാലും അവിടുത്തെ കൾച്ചറായിട്ട് പെട്ടെന്ന് അവർ മിങ്കിളാവും. അപ്പോൾ നമ്മളത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് വെയിലൊന്നും വകവയ്ക്കാണ്ട് അവിടെ ഇരുന്ന് എന്താ പറയുക ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പതുക്കെ അതിൻ്റെ അകത്തോട്ട് കയറാണ് കേട്ടോ. അപ്പം അവിടെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ പണി ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അസാധ്യ വ്യൂ ആണ് കേട്ടോ. നമ്മൾ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. പക്ഷെ അവിടെ അവർ നിസ്കരിക്കുന്നിടത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾ വടി വെച്ചിട്ടൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നൈസായിട്ട് വേഗം ഇറങ്ങിയിരുന്നു. ഇനി അവരെ വായിരിക്കുന്നത് കേൾക്കണ്ടല്ലോ. അപ്പോൾ അവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്ര അധികം ആൾക്കാർ വന്ന് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അത് നോക്കാൻ പോയപ്പോൾ അവിടെയും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമല്ലോ. ഞാൻ അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറേ പേര് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ തന്നെ ആണെങ്കിലും എല്ലാവരും അവിടെ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസും റീൽസും കുറേ പേര് അങ്ങനെ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കണ്ട് കുറച്ച് നേരം അങ്ങനെ അന്തം വിട്ട് നോക്കി നിന്ന്, നമുക്ക് എന്താണെന്ന് അറിയണില്ല. അങ്ങനെ അന്തം വിട്ട് നോക്കിക്കുന്ന സമയത്താണ് നമ്മുടെ മലയാളി പിള്ളേരുകളെ കണ്ടേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ മലയാളി സ്റ്റുഡൻസിനെ കണ്ടേട്ടോ. അപ്പോൾ അവരും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ്. അവരും അത് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളെ പോലെ. അപ്പോൾ ഞങ്ങൾക്കും അറിയില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതില് നമ്മുടെ നെഹ്റു കോളേജിൽ നിന്നാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. അപ്പോൾ ഓക്കെ ബൈ. ഗൈസ്, ഇത് നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റ് പോലെ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഈ മാർക്കറ്റിൻ്റെ പേരാണ് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്പം നമ്മൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. കൂടുതലും ടോയ്സിൻ്റെ ഷോപ്പുകളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ്. തിക്കും തിരക്ക് ലഹളയും വഴക്കും അടി ഇടി പിടി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ റിക്ഷയിലൊക്കെ പോകുമ്പോണ്ടല്ലോ, മുന്നിൽ നിന്നിട്ടാവും തല്ലും വഴക്കൊക്കെ. അവർ ഒരു അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ലേ, നമ്മളവസാനം അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയില്ല. കാരണം നമുക്ക് അവരെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയില്ല. അങ്ങനെ നമ്മൾ ഇത് കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു. കാരണം അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളും ലഹളയ്ക്കാണ്. പിന്നെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ. ഇതിനും കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് റെഡ് ഫോർട്ടിലോട്ട് പോവാണ് കേട്ടോ.
ഗൈസ് അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ട് കാണാനായിട്ട് എത്തിയിട്ടാണ്. അപ്പോൾ വഴിയിലൊക്കെ നിറച്ച് കച്ചവടക്കാരാണ്. ഫുഡ് ആയിക്കോട്ടെ വേറെ എന്താണ്ടൊക്കെ സാധനങ്ങളാണ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്നാ. അങ്ങനെ നമ്മൾ നടന്ന് ഒക്കെ പോവാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിക്ഷയൊക്കെ തുമ്പത്ത് കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഫർലോങ് നമ്മൾ നടന്ന് വേണം ഈ സ്പോട്ടിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് റെഡ് ഫോർട്ടിൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി അങ്ങനെ ഉള്ളിലോട്ട് അങ്ങനെ അധികം പോയില്ല. നമ്മൾ ജസ്റ്റ് ആ കൊടിയിൽ അവിടെ പോയി നിന്ന് ഫ്രണ്ടിൽ പോയി നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലം വരെ പോവാണ്ട് ഞാൻ പറയുന്നത് വേറെ ഇങ്ങോട്ടല്ല, നമ്മൾ മണാലിക്കും കൂടി പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8:30-ക്കാണ് അതിൻ്റെ ബസ്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് റൂമിൽ പോയി അവിടെ നിന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ റൂം നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിലാണ്. അപ്പോൾ അവിടെ നിന്ന് കാശ്മീർ ഗേറ്റ് വരെ പോകാമെന്ന് പറഞ്ഞാൽ ചില്ലറ ദൂരമല്ല, നല്ല ദൂരമുണ്ട്. ഈ ഹെവി ട്രാഫിക്കിൻ്റെ ഇടയിൽ വേണം നമുക്ക് അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് രണ്ടും കൽപ്പിച്ച് പറപ്പിച്ച് വിടുന്നുണ്ട്. ടാക്സിക്കാരനോടൊക്കെ പറയുന്നുണ്ട് പറപ്പിച്ച് വിടും പാപ്പാന്നൊക്കെ. ഇവിടെ പുള്ളിക്ക് വലുത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നല്ല തിരക്കും. നമ്മുടെ കൊച്ചിയിലെ എടപ്പള്ളിയിലത്തെ ബ്ലോക്കൊന്നല്ല മക്കളെ ബ്ലോക്ക്, ഇതാണ് ബ്ലോക്ക്. എൻ്റെ പൊന്നോ, ഞാനൊരു നിമിഷം എന്താ പറയുക തലവേദന എടുത്തു പോയത് കണ്ടിട്ട്. അതിൽ ബ്ലോക്കാണ്. തൊട്ട് ഇങ്ങനെ വണ്ടികളാണ്. ഇടിച്ചില്ല ആ നിലയ്ക്കാണ്. അതിൻ്റെ ഇടയിൽ മഴയും പെയ്തു. നമ്മളാണെങ്കിൽ പേടിച്ചിരിക്കുക, കർത്താവേ ബുക്ക് ചെയ്ത പൈസ മൊത്തം പോവോ, ഇനിയിപ്പോൾ ഇയാൾ കൊണ്ടുപോയി എത്തിക്കോ. ഇയാളാണെങ്കിൽ ഒരുമാതിരി മഴ പെയ്യണ കാരണം പ്രാഗിയാണ് വണ്ടി ഓടിക്കണത്. അങ്ങനെ മഴയും കൂടി പെയ്തപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കാരണം കറക്റ്റ് ടൈമിന് 8:30 അവിടെ നിന്ന് ബസ് എടുക്കും. ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പൈസ വെള്ളത്തിലാവും. അങ്ങനെ നമ്മൾ ഒരുവിധം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മഴ ആസ്വദിക്കണമെന്നുണ്ട്, എന്നാൽ പിന്നെ ടെൻഷനും ഉണ്ട്. ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിലത്തെ മഴയും കാണാൻ പറ്റി. നല്ല രീതിക്കുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യണ കാരണം ഹെവി ട്രാഫിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്തില്ല എന്നുള്ളൊരു ടെൻഷനിലാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. അങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ ഓരോരോ മിസ്സിങ്ങായി വണ്ടി ഇടിക്കേണ്ടതൊക്കെ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. അങ്ങനെ ഓടിപ്പടഞ്ഞ് നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ചധികം ദൂരമുണ്ട്. കാശ്മീർ ഗേറ്റിലാണ് മണാലിക്ക് പോകുന്ന എല്ലാ ബസ്സുകളും നിർത്താട്ടോ, വോൾവോ ബസ്. അപ്പോൾ നമ്മളിപ്പോൾ 8:30 കയറിയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 8:30 നമ്മളവിടെ എത്തും. അപ്പോൾ 12 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം കേട്ടോ. അപ്പോൾ എല്ലാ സീറ്റും ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു. കറക്റ്റ് ടൈമിന് നമുക്ക് കയറാൻ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ പൈസ മുഴുവൻ വെള്ളത്തിലായാൽ. അങ്ങനെ നമ്മൾ ബസ്സിലും കാര്യങ്ങളൊക്കെ കയറി. എൻ്റെ പൊന്നു, പോണ വഴിക്ക് ഉണ്ടല്ലോ ഇതുപോലെ കുഞ്ഞു കടകൾ, അതിങ്ങനെ പഴം അതുപോലെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ നൈറ്റിൽ ഇങ്ങനെയൊക്കെ കച്ചവടം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് സംഭവം. നമുക്ക് ഈ വോൾവോ ബസ്സിലിരുന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഈ നൈറ്റ് ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്കുണ്ടല്ലോ എൻ്റെ പൊന്നു ഇഷ്ടം പോലെ ധാബകളാണ്. ധാബകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിടിലൻ ധാബകൾ, 5 സ്റ്റാർ 7 സ്റ്റാർ സെറ്റപ്പ് ധാബകളൊക്കെയാണ്. അത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 11:30 ആയപ്പോൾ ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് വണ്ടി വിട്ടു. ഞാൻ ഉറങ്ങിപ്പോയിട്ടാ, പിന്നെ എണീക്കണത് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ എൻ്റെ പൊന്നോ, ഈ വഴിക്കൊക്കെയാണ് ഈ ബസ് പോകണമെന്ന് കണ്ടിട്ട് എനിക്ക് നെഞ്ചത്ത് വിഷമം വന്നു. കാരണം കുഞ്ഞു വഴികൾ, അതിൻ്റെ ഇട്ടയക്കോട്ടൊക്കെയാണ് ഈ ബസ് പോകുന്നത്. എങ്ങാനും ഒരു മിനിസത്തിന് തെറ്റി കഴിഞ്ഞാൽ പോയി കഴിയുന്നത്. അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്, കാരണം അത്രയും നേരത്തെയാണ്. ഇവിടെ പെട്ടെന്ന് നേരം വെളുക്കും, നമ്മളവിടുത്തെ പോലെയല്ല. അപ്പോൾ ഈ എന്താ പറയുക ഈ പെബിൾസ് പോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈ വല്ല സിനിമ പാട്ടില്ല അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ആ സാധനത്തിലൊന്ന് ഇറങ്ങണത്, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നല്ല എന്താ പറയുക നല്ല രീതിക്ക് എല്ലാവരും എണീറ്റ് തുടങ്ങി. വണ്ടി കുലുക്കവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും എണീറ്റ് തുടങ്ങി. കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മൾ മണാലിയിൽ ഇപ്പം എത്തും. അപ്പോൾ എല്ലാ വോൾവോ ബസ് നിർത്തുന്നത് വോൾവോൻ്റെ ഒരു സ്റ്റാൻഡിലാണ്. അപ്പോൾ അവിടെയാണ് ബസ്സും കാര്യങ്ങളൊക്കെ, മണാലിക്ക് വരുന്ന എല്ലാ ബസ്സുകളൊക്കെ അവിടെ തന്നെ നിർത്തുള്ളൂ. അപ്പോൾ
അപ്പോൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ നല്ല രീതിക്ക് വെള്ളമൊക്കെ ഉണ്ടാവേണ്ടതാണ്. എന്ത് രസമല്ല കാണാനായിട്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ നേരത്തൊക്കെ എണീറ്റ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്, അതായത് നമ്മുടെ മൈൻഡിൽ അങ്ങനെയൊക്കെ എടുക്കുകയാണ് ഇപ്പത്ത് എന്നുള്ള രീതിക്ക്. അങ്ങനെ ഞാൻ ഉറങ്ങാണ്ട്, അതായത് ഇത്ര നേരത്തൊക്കെ എണീറ്റിരുന്ന് വീഡിയോ പിടിക്കായിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി മണാലി വോൾവോ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ടാക്സി ഡ്രൈവേഴ്സാണ് ഈ വരുന്നത് മൊത്തട്ട. അപ്പോൾ നമ്മളോട് വന്നിട്ട് മാം സാബ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ടു. നമ്മൾ ഓൾറെഡി നമ്മുടെ ടാക്സിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങാൻ ലഗേജ് എടുക്കാൻ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ചൂസൊക്കെ കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. മഞ്ഞെവിടെ എന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കണം. മഞ്ഞ് കാണാനില്ല. അതങ്ങനത്തെ ഒരു മുതൽ. അങ്ങനെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പം നമ്മുടെ ടാക്സിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് വേണം ഒന്ന് സെറ്റ് ആവാനായിട്ട്. എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട ഗൈസ്, ഒന്ന് ഉറങ്ങിയിട്ട് എൻ്റെ ഒരു കോലാണ് ഈ കാണുന്നത്. പുറത്ത് നല്ല തണവുണ്ട് കേട്ടോ. നല്ല തണവെന്ന് പറഞ്ഞാൽ നല്ല തണവാണ്. ഞാനാണെങ്കിൽ മഞ്ഞുമല ഇങ്ങനെ നോക്കിക്കാണ്. എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ആക്രാന്തം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫൽഗുണി റീജൻസിലാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കച്ചറ കോന്ന് മാറി കുളിച്ച് സെറ്റപ്പ് ആവണം. ഇന്നലെ വൈകുന്നേരം കയറിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നേരെയുള്ള വ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇതാണ് മക്കളെ മഞ്ഞുമല. കണ്ടാ മഞ്ഞുമല. ഇതാണപ്പോ നമ്മുടെ റൂം ഇട്ടാ. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഗൈസ്. ഇപ്പൊ നമ്മൾ 34 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നമ്മള് -, ഡിഗ്രിയിലേക്ക് വന്നേക്കാണ്. നല്ല തണവുണ്ട് കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് തണവുണ്ട്. ഒരു രക്ഷയില്ല. ചൂടുള്ളണ്ടെങ്കിൽ മാത്രം കുളിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. കാരണം അസാധ്യ തണവാണ്, മൈനസാണ്. അപ്പോൾ ചൂടുള്ള ഇല്ലാണ്ട് എന്നെ കൊണ്ട് കുളിക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ഇനി അത് പോയി സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഈ കാണുന്ന മലയിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടേട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ കുളിച്ച് സെറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാൻ പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.